യെസ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് KMP ആണ്. കമ്പനീസ് ആക്ട് 2013 വന്ന ഒരു പുതിയ വേർഡാണത്. മേ ബി ചിലപ്പോൾ മുമ്പ് പറയുന്നുണ്ടാവും, പക്ഷെ ലീഗലൈസ്ഡ് ഫോമിൽ വന്നത് ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് 2013 ഒരു കീ മാനേജറിയൽ പേഴ്സണൽ കീ മാനേജറിയൽ പേഴ്സണൽ. ഓക്കെ, KMP. സി, ഏതൊരു കമ്പനിക്കും ഒരു എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് ഉണ്ടാവും ദാറ്റ് മാനേജ് ദ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻസ്. അവരെയാണ് നമ്മൾ KMP എന്ന് പറയുന്നത്. അവരായിരിക്കും കമ്പനിയുടെ ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നത്, എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്, ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഡെയിലി ആക്ടിവിറ്റീസ് ആണ്, ബിഗ് പോളിസി ഡിസിഷൻസ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെയിലി ആക്ടിവിറ്റീസ് ആണ് ഇവര് മാനേജ് ചെയ്യുന്നത്, അല്ലാതെ ബിഗ് പോളിസി ഡിസിഷൻസ് അല്ല. ബിഗ് പോളിസി ഡിസിഷൻസ് ഒക്കെ എവിടെ എടുക്കുക? ദാറ്റ് ഇസ് ബോർഡിലാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എടുക്കുക പോളിസി ഡിസിഷൻസ്. ഇവിടെ ചെയ്യുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പനീസ് ആയി 2013 ഈ ടേം KMP എന്ന് വരുന്നത്. ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ KMP എന്നാണ് വിളിക്കുന്നത്. അവരായിരിക്കും ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഇറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒബ്വിയസ്ലി ദാറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ പീപ്പിൾ ഹു ആർ കണക്റ്റഡ് വിത്ത് ദാറ്റ് കമ്പനി. അതിനാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? ഒബ്വിയസ്ലി ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അതേപോലെ എംപ്ലോയീസ് ഉണ്ടാവും ആ കമ്പനിയുടെ, പിന്നെ ആ നാട്ടിലെ ഗവൺമെന്റ് എന്തായാലും ഉണ്ടാവും അല്ലെ. ഒരു കമ്പനി നടക്കുമ്പോൾ അവരുടെ ഒരു ഗവൺമെന്റ് എന്തായാലും കണക്റ്റഡ് ആയിരിക്കും. ഗവൺമെന്റ്, പിന്നെ കസ്റ്റമേഴ്സ്, ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് KMPs നോർമലി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഇൻവെസ്റ്റേഴ്സിന്, ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണം, അവരൊന്നില്ലെങ്കിൽ കമ്പനി സെക്രട്ടറിനെ ചോദിക്കും, CS-ന്റെ അടുത്ത്. CS is a KMP. അതേപോലെ അല്ലെങ്കിൽ CFO, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറിനെ കൂടെ ചോദിക്കും. CFO is also a KMP. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ബോർഡ് ഒരു ഓവർസൈറ്റ് ഉണ്ടാക്കും ആൻഡ് KMP ഇംപ്ലിമെന്റ് ദാറ്റ്. അതായത് ബോർഡിൽ എന്താ നടക്കുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താ ചെയ്യുന്നത്? അവര് ബിഗ് ഡിസിഷൻസ് ഒക്കെ എടുക്കും, പോളിസീസ് ഒക്കെ എടുക്കും. അവരെടുക്കുന്നതേ ഉള്ളൂ. ഹു ഇംപ്ലിമെന്റ്സ് ദാറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എക്സിക്യൂട്ട് ചെയ്യുന്നത് KMP ആണ്. KMP എക്സിക്യൂട്ട് ദാറ്റ് ഡിസിഷൻസ്. ഓക്കെ, ആ ഡിസിഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നത് KMP ആണ്. ഇപ്പൊ ഒരു ബോർഡ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തു. ബോർഡ് വന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആ ചെയ്യുന്നത് ആക്ച്വലി ഹു ഡസ് ഇറ്റ്, ദ പേഴ്സൺ ഹു ആക്ച്വലി ഡസ് ഇറ്റ് ഇസ് KMP. ഓക്കെ, ഇനി കമ്പനി ആക്ട് 2013 കൃത്യമായിട്ട് ഒരു KMP-നെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണമെന്നും, അതേപോലെ അയാൾക്ക് എത്ര സാലറി കൊടുക്കണമെന്നും, അയാളുടെ കംപ്ലൈൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ചാപ്റ്റർ 13. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, എന്റെ കയ്യിൽ അത് കാണുന്നില്ല. ചാപ്റ്റർ 13 ആണെന്ന് എന്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്. ഇഫ് യു ഹാവ് എനി സോഴ്സ് ഓർ ഇൻ യുവർ മോഡ്യൂൾ ബുക്ക്, ജസ്റ്റ് ക്രോസ് ചെക്ക് ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ കമ്പനീസ് ആക്ടിലാണ് കൃത്യമായിട്ട് ഒരു KMP-നെ ലീഗലി ഡിഫൈൻ ചെയ്തത്. ആരൊക്കെയാണ് ഒരു KMP എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഒരു ഹു ആർ KMP, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹു ആർ KMP, ആരെയൊക്കെ KMP എന്ന് വിളിക്കാൻ പറ്റും? ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, MD അല്ലെങ്കിൽ മാനേജർ. അതായത് ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ഇൻ ചാർജ്. ആ ഒബ്വിയസ്ലി എന്തായിരിക്കും? ഹി ഈസ് എ KMP ബിക്കോസ് CEO ഇസ് ദ പേഴ്സൺ ഹു റൺസ് ദ കമ്പനി അല്ലെ. അപ്പൊ അവരെന്തായാലും ഈ പറഞ്ഞ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ, അതിന് ചിലപ്പോൾ നമ്മൾ CEO എന്ന് വിളിക്കും, ചിലപ്പോൾ MD എന്ന് വിളിക്കും, ചിലപ്പോൾ മാനേജർ എന്ന് വിളിക്കും. ആ ഒരു കമ്പനിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിലെ ഒരു മാനേജറിനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹു ഈസ് എ ടോപ്പ് മോസ്റ്റ് പേഴ്സൺ ഇൻ ചാർജ്. ഓക്കെ, ഇനി രണ്ടാമത് KMP ആയിട്ട് വരുന്നത് CS, company secretary. Hopefully you will all become a KMP in future of some company. Company secretary. CS. Okay. ഇയാള് എന്ന് പറയുന്നത് ഹി വിൽ ബി എ ലീഗൽ എക്സ്പേർട്ട് ഓഫ് ദി കമ്പനി. നിയമപരമായിട്ടുള്ള കമ്പനി പാലിക്കേണ്ട
കംപ്ലയൻസസിനെ കുറിച്ചും എന്തൊക്കെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, മീറ്റിംഗ് നടത്തേണ്ടത്, പ്രോപ്പറായിട്ട് മീറ്റിംഗ് നടത്തേണ്ടത്, അതിന്റെ എല്ലാ മീറ്റിംഗ്സ് എന്തൊക്കെയാണ് നമ്മൾ മുമ്പ് കണ്ടു. ആ മീറ്റിംഗ് ഒക്കെ പ്രോപ്പറായി നടത്തേണ്ട ഉത്തരവാദിത്വം കമ്പനി സെക്രട്ടറി ആണ്. പിന്നെ കമ്പനി കൃത്യമായിട്ട് ROCയിലെല്ലാം ഫയൽ ചെയ്യുന്നുണ്ട്, എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമാണ് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വവും KMP ആയ കമ്പനി സെക്രട്ടറിയുടെ കയ്യിലാണ്. ഓക്കെ. പിന്നെ ഹോൾ ടൈം ഡയറക്ടർ, അയാളിനെ നമ്മൾ KMP ആയിട്ടാണ് പറയാം. ഹോൾ ടൈം ഡയറക്ടർ, ദാറ്റ് ഈസ് ഡയറക്ടർ വർക്കിംഗ് ഫുൾ ടൈം. ഒരു ഫൈനാൻസ് ഡയറക്ടർ വർക്കിംഗ് ഡെയിലി ഇൻ കമ്പനി, അവരൊക്കെ നമ്മൾ ഇതായിട്ടാണ് KMP ആയിട്ടാണ് പറയാം. അനദർ പേഴ്സൺ ഇസ് KMP ആയിട്ട് പരിഗണിക്കുന്ന അനദർ പോസ്റ്റ് ഇസ് CFO, that is Chief Financial Officer. Chief Financial Officer, CFO. Clear? അയാളുടെ വർക്ക് എന്താ? ഹാൻഡിൽസ് ഫൈനാൻസ്, അക്കൗണ്ട്സ് നോക്കും, ബഡ്ജറ്റ് നോക്കും, ഫൈനാൻഷ്യൽ പ്ലാനിങ്സ് എല്ലാം ചെയ്യുന്നത് CFO. Clear? ഓക്കെ. പിന്നെ ഇത് കൂടാണ്ട് ഗവൺമെന്റിന് ആരെങ്കിലും വേണമെങ്കിൽ ഇഫ് എനി മോർ ഗവൺമെന്റ് ക്യാൻ ആഡ് മോർ റോൾസ് ഇഫ് നീഡഡ്. ഇത്രയാണ് മേജർ ആയിട്ട് നമ്മൾ KMP എന്നിപ്പോ പറയുന്നത്. ഗവൺമെന്റിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും റോൾസിന് KMP ആയിട്ട് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇനി എന്താണ് കമ്പനി സെക്രട്ടറി എന്ന് നോക്കാം. ആരാണ് CS കമ്പനി സെക്രട്ടറി? അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 224 ഓഫ് കമ്പനീസ് ആക്ടിലാണ്. കമ്പനീസ് ആക്ട് 2013 ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ എ കമ്പനി സെക്രട്ടറി ഈസ് എ ക്വാളിഫൈഡ് പേഴ്സൺ അണ്ടർ കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980. കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 പ്രകാരം ക്വാളിഫൈ ചെയ്ത ആളിനെയാണ് നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് വിളിക്കുന്നത്. ഈസ് ഒബ്വിയസ്ലി അപ്പോയിന്റഡ് ബൈ കമ്പനി. ഹി പെർഫോംസ് ദ ലീഗൽ ആൻഡ് കംപ്ലയൻസ് ഡ്യൂട്ടി. നിയമപരമായിട്ടും കമ്പനി പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നും നോക്കേണ്ടതാണ് അയാളുടെ മെയിൻ ഡ്യൂട്ടീസ്. കമ്പനി ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ഫയൽ ചെയ്യണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ കമ്പനി കംപ്ലൈ ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രോപ്പർലി കംപ്ലൈ ചെയ്യണ്ടോ എന്ന് നോക്കേണ്ടതും ആളുടെ ഉത്തരവാദിത്തമാണ്. സോ CS എന്ന് പറഞ്ഞാൽ ഹീസ് എ ലീഗൽ അഡ്വൈസർ പ്ലസ് കമ്പനി കംപ്ലയൻസ് ഓഫീസർ ഓഫ് ദ കമ്പനി. ഓക്കെ. ഒരു CS ആണ്. കമ്പനി നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നോക്കുക, എല്ലാ ഡോക്യുമെന്റ്സും കമ്പനിയുടെ കറക്റ്റ് അല്ലേ നോക്കുക, മീറ്റിംഗ്സ് ഒക്കെ പ്രോപ്പർലി കണ്ടക്ട് ചെയ്തിട്ടില്ലേ നോക്കുക, റിട്ടേൺസ് ഒരു ഫയലിംഗ് ROCയിൽ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്യുന്നത് കൃത്യമല്ലേ, ബോർഡ് മീറ്റിംഗിന്റെ അജണ്ട കൃത്യമല്ലേ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതൊക്കെ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദ ജോബ് ഓഫ് എ CS. CS-ന് രണ്ട് തരത്തിൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഹോൾ ടൈം കമ്പനി സെക്രട്ടറി ആയിട്ട്, അതായത് ഒരു പെർട്ടിക്കുലർ കമ്പനി, ആ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crores ഓർ മോർ ആണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറി ഉണ്ടാവണം. ഫുൾ ടൈം CS എന്തായാലും ഉണ്ടാവണം. അതായത് ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ ഒരു CS ഉണ്ടായിരിക്കണം. അതിന് താഴെയാണെങ്കിൽ കമ്പൽസറി അല്ല, വേണമെങ്കിൽ അപ്പോയിന്റ് ചെയ്യാം. ഇനി CS ഇൻ പ്രാക്ടീസ് ഉണ്ട്. CS-നെ KMP അല്ലാണ്ട് ഇപ്പോ CS ഇൻ പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഉണ്ട്. CS ഇൻ പ്രാക്ടീസ് ആയിട്ടും ഒരാളുണ്ട്. അതായത് ഒരു കമ്പനിക്ക് ഒരു കമ്പനി രണ്ടു തരത്തിൽ ഒരു CS-നെ അപ്പോയിന്റ് ചെയ്യാം. ഒന്ന് ഒരു എംപ്ലോയി ആയിട്ട് ഇൻസൈഡ് ദ കമ്പനിയെ ഒരു പെർമനന്റ് എംപ്ലോയി ആയിട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് KMP. ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഒരു കമ്പനി റെക്കോർഡ്സ് ഓഡിറ്റ് ചെയ്യാൻ, അതേപോലെ ഡോക്യുമെന്റ് സർട്ടിഫൈ ചെയ്യാൻ, കംപ്ലയൻസ് റിപ്പോർട്ട്സ് കൊടുക്കാനൊക്കെ വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് CS ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളെ നമുക്ക് വിളിക്കാൻ പറ്റും. ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യാനൊക്കെ ആൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഒരു CS ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഹീസ് നോട്ട് എൻ എംപ്ലോയി, ഹി പ്രൊവൈഡ് സർവീസസ് ഇൻഡിപെൻഡന്റ് ആയിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോ CS-നെ പോലെ തന്നെ CS ഉണ്ട്, എന്നാലും കൂടുതൽ ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഓരോ കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോയി ഓഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വരില്ല. അവരൊന്നും അവിടുത്തെ എംപ്ലോയി അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് CS ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ.
സെക്രട്ടറി ഓഡിറ്റ് ആണ് അവര് ചെയ്യുന്നത്. അതേപോലെ ആനുവൽ റിട്ടേൺ സൈൻ ചെയ്യാനുള്ള ഇതും പവറും അവർക്ക് ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് KMP നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.